പ്രതീക്ഷനേക്കാളൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് സഞ്ജു തന്നെയായിരുന്നു. ഫോമൊക്കെ ആണെങ്കിൽ നിശ്ചയമായും സ്പോട്ട് ഉറപ്പുണ്ടായിരുന്ന താരമായിരുന്നു. പക്ഷേ അദ്ദേഹം 5 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. സഞ്ജുവിന്റെ കളി കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഫോമൗട്ട് തന്നെയാണ്. ഇത്രയും വിമർശനങ്ങൾ എക്സ്പേർട്സിന്റെ ഭാഗത്തു നിന്നായാലും മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഫാൻസിന്റെ ഭാഗത്തു നിന്നായാലും വരുന്നുണ്ട്. കംബാക്ക് എന്നോ കാവ്യനീതി എന്നോ ഹീറോയിസം എന്നോ പേരിട്ട് വിളിച്ചോളൂ, പക്ഷേ ഒന്നുറപ്പ്, നാം ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹീറോയിക് മൊമെന്റുകളിലൊന്നാണ്. 4 കളികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സഞ്ജു വെറും 5 കളികളിൽ നിന്ന് നേടിയത് 3 അർദ്ധ സെഞ്ചുറി അടക്കം 317 റൺസ്. സഞ്ജു സാംസൺ കംസ് ഇൻ ഫോർ റിങ്കു സിംഗ്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നോക്കി സൂര്യകുമാർ യാദവ് വന്നു നടത്തിയ പ്രഖ്യാപനത്തിന് ഒരു ലോക കിരീടത്തിന്റെ വിലയുണ്ടെന്ന് അന്നാരും നനച്ചതേയില്ല.简单的接球，毕竟就会对于乔布拉来说也会有所不同。然后就像是表现出色，他完全延续了在加尔各答的状态。今天他的一些击球表。पहली गेंद पर बड़ा शॉट, बड़ा बरहार देखना कि जी हाँ छक्का। സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വകിരീടം പോലും ഇന്ത്യക്ക് കിട്ടില്ലായിരുന്നു. സൂപ്പർ 8-ൽ നിന്ന് സെമിയിലേക്കും, സെമിയിൽ നിന്ന് ഫൈനലിലേക്കും, ഫൈനലിൽ നിന്ന് വിശ്വകിരീടത്തിലേക്കും ഇന്ത്യയെ കൈപിടിച്ച് കയറ്റിയത് സഞ്ജുവാണ്. Man of the match, player of the tournament. എന്റെ മകൻ തിരിച്ചെടുക്കും, അപ്പോൾ എനിക്ക് പക്ക വിശ്വാസമാണ്. Eu sei que ele acabou de atropelar a Nova Zelândia, mas é 2.0. Pode ser மேட்ச் வெறித்தனமா இருந்துச்சு. எங்க சேட்டா சஞ்சு வேற லெவல்ல விளையாடிருந்தாரு. Sanju Samson has had a massive fan following. ഇന്നിപ്പോൾ സച്ചിന്റെ സ്ഥാനത്ത് സഞ്ജുവായി. സഞ്ജു ക്രീസിലുള്ളപ്പോൾ, രാജ്യത്തിനായി ബാറ്റ് ചെയ്യുമ്പോൾ കണി കാണുന്നവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദിയാണ്. നമ്മൾ പോലും അറിയാതെ സച്ചിനോളം പ്രിയപ്പെട്ടവനായി സഞ്ജു മാറിക്കഴിഞ്ഞിരിക്കുന്നു. அவருக்கு இപ്പൊ சென்னை சூப்பர் கிங்ஸ் விளையாட போறாரு. வேற லெவல்ல இருக்க போகுது மேட்ச் எல்லாம்.